എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങൾ ഡയറ്റ് ചെയ്തിട്ടും അതല്ല നമ്മൾ വ്യായാമം ചെയ്തിട്ടും എന്ത് തന്നെ ചെയ്തിട്ടും നമ്മുടെ ശരീരഭാരം കുറയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഇത്രയും ചെയ്തിട്ടും നമ്മുടെ ശരീരഭാരം കുറയാത്തത് എന്നതിൻ്റെ കാരണം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇന്നത്തെ കാലത്ത് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരിലൊന്നും പറയുന്നില്ല, ഭൂരിഭാഗം ആൾക്കാരും ബുദ്ധിമുട്ടുന്ന അധിക ആൾക്കാരിലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഈ തടി കൂടുക, ശരീരഭാരം കൂടുക എന്നുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ചെയ്യുന്ന തെറ്റായ ഭക്ഷണക്രമം, അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, അത് തന്നെ പറയാം. ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങൾ, അതിൽ ഭക്ഷണക്രമങ്ങളും വ്യായാമങ്ങളും എല്ലാം വരും. അതൊക്കെ നമ്മൾ തെറ്റായി ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നത്. ഇങ്ങനെ ശരീരഭാരം കൂടുന്നവരിൽ തന്നെ ഇപ്പോൾ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാനുണ്ട്. കൊളസ്ട്രോൾ കൂടുക, അല്ലെങ്കിൽ ഷുഗർ കൂടുക, അല്ലെങ്കിൽ തൈറോയ്ഡ് കൂടുക. ഇങ്ങനെ തടി കൂടി അവരിൽ മുട്ടുവേദനയും കൂടി വരികയാണെങ്കിൽ അവർക്ക് മുട്ടുവേദന മാറാതെ അത് മുട്ട് കൂടുതൽ ഡാമേജിലേക്ക് പോവുക. നമ്മുടെ തടി കൂടിയത് കൊണ്ടാണ് നമുക്ക് ഇത്രയും അസുഖങ്ങൾ വരുന്നത് എന്നല്ല, തടി കൂടിയവരിൽ ഈ ഒരു അസുഖങ്ങളൊക്കെ കാണാൻ സാധ്യതയുണ്ട് എന്നതും, അതുപോലെ തന്നെ ഇത്തരം അസുഖങ്ങളുള്ള ആൾക്കാരിൽ തടി കൂടിക്കഴിഞ്ഞാൽ ഈ അസുഖങ്ങൾ കൺട്രോളിൽ നിൽക്കാതാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സിൽ ഒരു 18 മുതൽ 25 വരെയാണ് വേണ്ടത്. അതിൽ കൂടുതലുള്ള ആൾക്കാരാണ് ഓവർ വെയിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാർ എല്ലാവരും വെയിറ്റ് കൺട്രോളാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം നമ്മൾ വീട്ടിൽ ഇങ്ങനെ തടി കൂടിയ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ഡയറ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ വ്യായാമം ചെയ്തിട്ടൊക്കെ നമ്മൾ തടി കുറയ്ക്കാൻ ശ്രമിക്കും. എന്ത് തന്നെ ചെയ്തിട്ടും നമ്മളെ തടി കുറയുന്നില്ല. എന്തായിരിക്കും ഇതിൻ്റെ കാരണമെന്നറിയാതെ ബുദ്ധിമുട്ടുന്നവരായിരിക്കും നമ്മളിൽ പലരും. ഇപ്പം നമ്മൾ ഭക്ഷണത്തിൽ നമ്മൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ദിവസവും ഡയറ്റ് ചെയ്യുന്നുണ്ട്, ദിവസവും നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ വെയിറ്റ് കുറയാത്തത്, അല്ലെങ്കിൽ എൻ്റെ ശരീരഭാരം എന്താണ് കൂടുന്നത് അല്ലെ കുറയുന്നില്ല എന്നത് നമുക്ക് പലർക്കും സംശയം ഉണ്ടാക്കും. അപ്പോൾ അതിന് വ്യായാമവും അതുപോലെ തന്നെ ഡയറ്റ് മാത്രം പോരാ, നമ്മൾ മറ്റ് ചില കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. അപ്പം നമുക്കതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ടെൻഷൻ, സ്ട്രെസ്സ്. നമ്മൾ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വ്യായാമം ചെയ്യുന്നു, ഭക്ഷണത്തിൽ ഫാസ്റ്റിംഗ് ചെയ്യുന്നു, പക്ഷെ നമുക്ക് അവോളം ടെൻഷൻ ഉണ്ട് അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ട് എന്നതാണെങ്കിൽ നമ്മുടെ ശരീരഭാരം ഒരിക്കലും കുറയില്ല. നമ്മൾ വ്യായാമം ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നമുക്ക് ടെൻഷനും സ്ട്രെസ്സും നമ്മൾ കുറയ്ക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കണം. രണ്ടാമതാണ് ഉറക്കക്കുറവ്. നമ്മൾ മിതമായ രീതിയിൽ നമ്മൾ ഉറങ്ങണം. ഉറക്കം നമുക്ക് കുറവാണെങ്കിൽ നമ്മുടെ ശരീരഭാരം കൂടും, അല്ലെങ്കിൽ കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ കുറയില്ല. മൂന്നാമതാണ് ഹോർമോണിൻ്റെ അസന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബോഡിയിൽ ഹോർമോണിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ഓരോ സമയത്തും ഹോർമോണുകൾക്ക് വ്യതിയാനങ്ങൾ സംഭവിക്കാം. ചിലപ്പോൾ കൂടും, ചിലപ്പം കുറയും. അങ്ങനെ നോർമൽ അല്ലാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിലും നമുക്ക് ശരീരഭാരം കുറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മറ്റൊന്നാണ് ആവശ്യത്തിന് നമ്മൾ പ്രോട്ടീൻ കഴിക്കാതിരിക്കുക. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഡയറ്റ് ചെയ്യണം. ആ ഡയറ്റിൽ ആവശ്യത്തിനുള്ള പ്രോട്ടീൻസും ഉണ്ടായിരിക്കണം. മറ്റൊന്നാണ് ആവശ്യത്തിന് വെള്ളം കുടിക്കുക. നമ്മൾ ദിവസവും നന്നായിട്ട് വെള്ളം കുടിക്കണം. എത്രത്തോളം വെള്ളം കുടിക്കാൻ കഴിയുമോ അത്രത്തോളം വെള്ളം കുടിക്കുക. നമ്മളൊരു മിനിമം നമുക്കൊരു 2 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ കുടിക്കുന്നില്ല ഇപ്പോൾ എങ്കിൽ അത്രയും കുടിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് ആവശ്യത്തിന് ആഹാരം കഴിച്ചുകൊണ്ട് നമ്മൾ ഡയറ്റ് ചെയ്യുക. ഇപ്പം രാവിലത്തെ ഫുഡൊക്കെ ബ്രെയിൻ ഫുഡ് എന്ന് പറയും. ആ രാവിലത്തെ ഫുഡ് കഴിക്കാതിരുന്നിട്ട് നമ്മൾ തടി കുറയ്ക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് തന്നെ ആയാലും നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. നമ്മുടെ ഉച്ചയ്ക്ക് കഴിക്കുന്നത്, ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് റൈസാണ് കഴിക്കുന്നതെങ്കിൽ ആ റൈസിൻ്റെ ക്വാണ്ടിറ്റി ഒന്നുകിൽ കുറയ്ക്കുക, അല്ലെങ്കിൽ റൈസിന് പകരം നമ്മൾ വേറെ എന്തെങ്കിലും കഴിക്കുക. അങ്ങനെയാണ് നമ്മൾ ഡയറ്റ് ചെയ്യേണ്ടത്. കംപ്ലീറ്റ് ഫാസ്റ്റിംഗ് ചെയ്ത് ഭക്ഷണം കഴിക്കാതിരുന്ന് പട്ടിണി കിടന്നിട്ട് നമ്മുടെ ശരീരഭാരം കുറച്ചത് കൊണ്ട് കാര്യമില്ല. അങ്ങനെ നിങ്ങൾ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരഭാരം കുറയുന്നതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് മറ്റ് അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വ്യായാമവും അതുപോലെ തന്നെ ഡയറ്റും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരീരഭാരം കുറയുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങളുടെ ശരീരഭാരം കൂടാതിരിക്കാനും നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.